എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് പ്ലാന്റ്സിന്റെ വീഡിയോ കുറച്ചായി ചെയ്യാത്തത് 1-2 ആഴ്ച കഴിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അഗ്ലോണിമയാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ അഗ്ലോണിമയെ കുറിച്ചായിരുന്നു. പക്ഷെ പിന്നെ അതിന്റെ കെയറിങ് എങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം കെയറിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ എല്ലാവർക്കും അറിയാം, മഴക്കാലമൊക്കെ കഴിഞ്ഞു നിൽക്കാണ്. അപ്പൊ അഗ്ലോണിമയെ കുറച്ച് ഭയങ്കര കെയർ വേണ്ടെങ്കിലും ചെറിയ രീതിയിൽ കെയർ ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇനി ഇത് കണ്ടോ, ഈ അഗ്ലോണിമയുടെ ചില ലീഫൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാടിയ ലീഫ് കട്ട് ചെയ്ത് കളയാം. ചിലതിലൊക്കെ ആണെങ്കിൽ ഇപ്പം വാട്ടറൊക്കെ തീരെ കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഓവർ ഹൈഡ്രേഷൻ ആണെങ്കിലും ഇതുപോലെ കണ്ടോ, ഇത് എനിക്കൊന്ന് തീരെ വെള്ളം കൊടുക്കാത്തതുകൊണ്ടാണ്. ഓവർ വാട്ടർ ആണെങ്കിലും തീരെ വെള്ളം കിട്ടുന്നില്ലെങ്കിലും ലീഫ് വാടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്ത് കളയാന്നുള്ളത്. അത് അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഓരോ ലീഫും അത് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അഗ്ലോണിമ ഒരു ഗാർഡനിൽ അല്ലെങ്കിൽ സെമി ഷെയ്ഡിൽ വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല ഫോളിയേജ് പ്ലാന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഗ്ലോണിമ. അതുകൊണ്ട് എല്ലാവരും വളർത്തണം എന്നാണ് എനിക്ക് ഇത് വീഡിയോ കാണുന്നവരോട് അഭിപ്രായം പറയാനുള്ളത്. അധികം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഓവർ ന്യൂട്രിയന്റും ആവാൻ പാടില്ല, തീരെ വളം കുറയാനും പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓവർ ന്യൂട്രിയന്റ് ആയിക്കഴിഞ്ഞാൽ എന്താണ് ദോഷം എന്ന് വെച്ചാൽ ലീഫൊക്കെ ജൈജാന്റിക് ആയിട്ട് വളരും, ഇതിനേക്കാളും വലുതായിട്ട് വളരും. അപ്പം അധികം വളം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ നോർമൽ സൈസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 2 മാസത്തിൽ ഒരിക്കൽ മാത്രം കണ്ടോ ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു ഇതില് അതുപോലെ സിമെന്റ് ഒക്കെ കൊടുക്കുന്ന ഇതുണ്ടല്ലോ, അതില് ഒറ്റൊരു ടീസ്പൂൺ വീതം വിതറിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നുള്ള. ഇത് വളം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ എപ്പോഴും അഗ്ലോണിമ എപ്പോഴും ഇതുപോലെ ക്ലസ്റ്റർ ആയിട്ട് നിൽക്കുന്നതായിരിക്കും എപ്പം ഭംഗിയുണ്ടാകും. ഒറ്റൊരു അഗ്ലോണിമ വെക്കുക അല്ലെങ്കിൽ ഒരു അഗ്ലോണിമ വെച്ച് വളരെ ദൂരമായിട്ട് അഗ്ലോണിമ വെക്കുന്നതിന് പകരം ഈ അഗ്ലോണിമാസ് ഒക്കെ ഗ്രൂപ്പായിട്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ വിദേശ രാജ്യങ്ങളൊക്കെ വരുന്ന അഗ്ലോണിമാസ് എല്ലാം നമ്മുടെ നാട്ടിൽ സക്സസ് ആവണം എന്നില്ല. അതിൽ എനിക്കൊന്ന് ഇതാണ് ഒരു ഹൈബ്രിഡ് വെറൈറ്റി. ഞാൻ നോക്കിയതാണ്. കണ്ടോ, ഇതിന്റെ ലീഫ് ഉണ്ടോ, ലീഫ് കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണ്. നമ്മുടെ ഇവിടുത്തെ കമ്പയർ ചെയ്യുമ്പം നല്ലോണം ചെറുതാണ്. അങ്ങനെയുള്ള വെറൈറ്റിയും ചിലപ്പോൾ നന്നാവുമായിരിക്കും, ഞാനത് പരീക്ഷിച്ചതാണ്. അതുകൊണ്ട് അഗ്ലോണിമ എല്ലാവരും അവരുടെ ഗാർഡനിൽ അഗ്ലോണിമ വളർത്തുക, അതിന് വേണ്ട കെയറിങ് കൊടുക്കുക. എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്